ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് റെഡി ആയിട്ട് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുവാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട്, മോൾക്ക് വേണ്ട കുറച്ച് തിങ്സ് മേടിക്കാൻ. അപ്പോൾ ഞാൻ റെഡിയൊക്കെ ആയി, നൈതുവും റെഡിയാണ്. ഇപ്പോൾ ഏട്ടനും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ സ്പ്രിംഗ് ടൈം ആയതുകൊണ്ട് ഇവിടെ സ്പ്രിംഗ് ഔട്ട്ഫിറ്റ്സ് ആണ് എല്ലാവരും ഇടാറ്. അപ്പോൾ ഞാനും സ്പ്രിംഗ് ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് നിങ്ങൾ നിൽക്കുവാണ് റെഡിയായി. ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. കാണാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു വീട്ടിൽ നിന്ന്. ഇവിടെ നൈതുവിൻ്റെ സ്കൂളിൽ അവർക്ക് ടീച്ചേഴ്സിന് വേണ്ടി കുറച്ച് ഗിഫ്റ്റ്സും അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മേടിച്ച് അയക്കണം. തിങ്കളാഴ്ച പോകുമ്പോൾ കൊടുത്തു വിടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വാൾമാർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് സമ്മർ തുടങ്ങിയ പോലെയാണ്. സമ്മർ ആക്ച്വലി തുടങ്ങിയില്ല, ജൂലൈ ഒക്കെ ആകുമ്പോഴാണ് സമ്മർ സ്റ്റാർട്ടാകുന്നത്. നല്ല തെളിഞ്ഞിരിപ്പുണ്ട് സ്കൈ ഒക്കെ. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ വാൾമാർട്ടിൽ. അവിടെ കുറച്ച് നല്ല ചീപ്പായിട്ട് തോന്നിയിട്ടുണ്ട് വാൾമാർട്ടിലെ തിങ്സൊക്കെ. അപ്പോൾ നമുക്ക് ഈ സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ മേടിക്കാൻ അവിടെ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നി. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്ട്രോളറൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേരെയൊക്കെ ആയിട്ട് റോഡിലൊക്കെ നമുക്ക് കാണാം, ഒരു വാക്കിങ്ങൊക്കെ ആയിട്ട്. എല്ലാവരും ഇനിയിപ്പോൾ ഇന്ന് പാർക്കൊക്കെ ഫുള്ളായിരിക്കും. ഞാൻ ഇത് ബാഗൊക്കെ തൂക്കി പോവാണ്. നൈതു സേ ഹായ്. തിരിഞ്ഞു പറഞ്ഞ ഹായ് എന്ന്. ഹലോ ഗൈസ്. ഗോയിങ് ഫോർ ഷോപ്പിംഗ്. വാട്ട് യു വാണ്ട് ടു ബൈ ടുഡേ? Chips? Then what you want? What do you want? Green. Your favorite is green. Green grapes? Okay, അപ്പോൾ അവൾക്ക് ഷോപ്പ് ചെയ്യണം, ചിപ്സ് വേണം, ഗ്രീൻ ഗ്രേപ്സ് വേണമെന്നൊക്കെയാണ് പറയുന്നത്. വാ, അത് കാർട്ടൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ ഈ സ്പ്രിംഗ് ആയതുകൊണ്ട് ഇവർ ഒരുപാട് ഈ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, കണ്ടോ? ലെമൺ ബാമാണിത്. ഇത് പാഴ്സ്ലിയാണ്. ഇത് നമ്മുടെ സിലാൻഡ്രോ, അതായത് നമ്മുടെ മല്ലിയിലയൊക്കെ ഒരുപാടുണ്ട്. ഇത് സ്ട്രോബെറിയുടെ ഇതാണ്. ഞാനിതുവരെ ഇതൊന്നും കൾട്ടിവേറ്റ് ചെയ്തിട്ടില്ല, അപ്പം ഇന്ന് ചെയ്തൊക്കെ നോക്കണം വിത്ത് മേടിച്ചിട്ട്. ടൊമാറ്റോ ഉണ്ട്. ഇത് ചെറി ടൊമാറ്റോ, പൊട്ടറ്റോ ടൊമാറ്റോ. ഇത് ചൈൽഡ് പെപ്പർ എന്നാണ് പറയുന്നത്. ലഞ്ച് ബോക്സ് റെഡ്. ക്യുക്കുംബർ ഉണ്ട്. ക്യുക്കുംബറിൻ്റെ പല വെറൈറ്റികളൊക്കെ കാണാം. സുക്കിനി സ്ക്വാഷ് ഉണ്ടോ? ബെറി ഉണ്ട്. ബെറി മേടിക്കണം കേട്ടോ. ഗ്രീൻ ഗ്രേപ്സ്. ഇതാണ് ഇവിടുത്തെ ബനാനാസ്. ചിലതൊക്കെ നല്ലതുള്ളൂ. നമ്മുടെ മാൻഡറിൻസ് എന്ന് പറയും, ഓറഞ്ചാണ് ആക്ച്വലി. അതൊക്കെ
ഇത് മസ്ക് മെലനാണ്. മെലൻ ഹണി ഡ്യൂ നല്ല ടേസ്റ്റാണ്. സ്ക്വാഷൊക്കെ അടിച്ച് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ലീഫി വെജിറ്റബിൾസ് പിന്നെ സാലഡിന് യൂസ് ചെയ്യുന്ന എല്ലാം ഉണ്ട്. ഇത് ലെറ്റൂസാണ്. ഞങ്ങൾ ലെറ്റൂസ് എടുക്കാറുണ്ട് സാലഡ് ഡ്രസ്സിങ്ങിനൊക്കെ നല്ലതാണ്. ഇത് സ്ട്രോബെറിയുടെ ഒക്കെ സെക്ഷനാണ്. സ്ട്രോബെറി, ഗ്രേപ്സ് ഉണ്ട്, റാസ്ബെറി, ബ്ലൂബെറി, ഗ്രീൻ ഗ്രേപ്സ്. നൈദു യു വാണ്ട് ഗ്രീൻ ഗ്രേപ്സ്? പപ്പ ഗ്രേപ്സ് കണ്ടിട്ട് നൈദുവിന് ഗ്രീൻ ഗ്രേപ്സ് വേണമെന്നാണ് പറയുന്നത്. നൈദു യു ഗോട്ട് ഗ്രീൻ ഗ്രേപ്സ്? We need to wash it. We'll go home and wash. സാൽമൺ ഉണ്ട്. ഇത് ക്രാബ് കേക്ക്സ് എന്ന് പറയും. ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ കൊള്ളാമെന്ന് കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞു. പിന്നെ ഇത് ബീഫൊക്കെയാണ്. ബീഫ് പാറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി ഗ്രൗണ്ട് ബീഫ്. ഇത് ലീൻ ഗ്രൗണ്ട് ബീഫ്. ഇതൊന്നും ഞാൻ കഴിക്കാറില്ല. ചിക്കൻ, ഇത് വാട്ട് ഇസ് ദാറ്റ്? ഈ ഒരു സെക്ഷനാണ്. പോർക്ക്, ടർക്കി ഉണ്ട്. ചിക്കൻ ഞങ്ങൾ എടുക്കാറുണ്ട് ഇവിടെ നിന്ന്. ചിക്കൻ എടുക്കാറുണ്ട്. ചിക്കൻ ലെഗ് ഉണ്ട്, ബ്രസ്റ്റ് ഉണ്ട്. ഇത് ബ്രസ്റ്റാണ്. ഇത് നമുക്ക് എളുപ്പമാണ് ബ്രസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് 2.26 LB ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു $11.23 നമ്മളെ ബ്രെഡ് സെക്ഷനാണ്. ഫ്രഞ്ച് ബ്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ നിന്ന് ഈ ബ്രോഷ എടുക്കാറുണ്ട്. അതെനിക്കിഷ്ടമാണ് ഈ ബ്രോഷ. പക്ഷേ അത് എപ്പോഴും കഴിക്കാൻ നല്ല ഹെൽത്തി ഒന്നുമല്ല. പിന്നെ ഇറ്റാലിയൻ സ്റ്റൈൽ സാൻഡ്വിച്ച് ബ്രെഡ്, സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ. വീറ്റ് ബ്രെഡ് ഇല്ല. ഞാൻ വീറ്റ് ബ്രെഡാണ് നോക്കുന്നത്. വീറ്റ് ബ്രെഡ് കണ്ടില്ല, നോക്കട്ടെ. വീറ്റ് ബ്രെഡ്, ക്രൊസോൺസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രൊസോൺസ്. ഞാൻ ഇടയ്ക്കൊക്കെ ഈ ക്രൊസോൺസ് ഒക്കെ മേടിക്കാറുണ്ട്. ഇത് ഡോണറ്റ്സ് ആണ്. സ്ട്രോബെറി ലോഡ് ഡോണറ്റ്സ്. എനിക്ക് സ്വീറ്റ് ആയിട്ടുള്ള അങ്ങനെ അധികം വലിയ താല്പര്യമില്ല. ഞാൻ ഡോണറ്റ്സ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല. ഇതിവിടെ യോഗർട്ടിൻ്റെ സെക്ഷനാണ്. ഇത് ഫുള്ള് ചീസിൻ്റെ സെക്ഷനാണ്. ഡയറി പ്രോഡക്ട്സ്, പിന്നെ ജ്യൂസ്. ഇത് സെക്ഷനാണ്. ഇത് ഓർഗാനിക് ആയിട്ടുള്ള ലാർജ് ബ്രൗൺ എഗ്സ് ആണ്. കേജ് ഫ്രീ ആണ്. 12 എണ്ണം ഉണ്ട്. ഗ്രേഡ് A കേജ് ഫ്രീ ബ്രൗൺ എഗ്സ് ഉണ്ട്. ഇതെല്ലാം ബ്രൗൺ എഗ്ഗാണ്. ഇതെല്ലാം മറ്റേ റൈസ്, ഡ്രൈ ബീൻസ് അങ്ങനത്തെയൊക്കെ. പിന്നെ റാമൻ, ഡ്രൈ സൂപ്പ്. ഇത് ബോൺ ബ്രോത്താണ് ചിക്കൻ്റെ. ചിക്കൻ സ്റ്റോക്ക് ഉണ്ട്. ഇത് സെലറിയുടെ ക്രീമാണ് കേട്ടോ. സൂപ്പാന്ന് തോന്നുന്നു. സ്പൈസി ചിക്കൻ നൂഡിൽസ്. ഇത് റൈസസ് ആണ്. ബ്രൗൺ റൈസ്, ജാസ്മിൻ, കോക്കനട്ട് ജാസ്മിൻ റൈസ്, ബട്ടർ ഗാർലിക്, അങ്ങനെ
അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് അറിയാത്ത പാർലേജി ഉണ്ട്, നമ്മുടെ പാർലേജി. സോസസ് ഒക്കെയാണ്, ശ്രീരജ. ഇത് സ്പൈസസ് ഒക്കെയാണോ, ചില്ലി പൗഡർ, മിൻറ്റ്, മസ്റ്റാർഡ്, പിന്നെ എന്താ സോൾട്ടൊക്കെ കാണും. നമുക്ക് സോൾട്ട് മേടിക്കണം. നമ്മൾ ഈ സെക്ഷനിലോട്ട് വന്ന് സോൾട്ട് കിട്ടി. സോൾട്ട് എന്ന് വെച്ചാൽ പ്ലെയിൻ സോൾട്ട്. മോട്ടൻ്റെ തന്നെ എടുത്തത്. ഇത് ഫജീറ്റാസ് ഒക്കെയാണ്. ഗുവാക്കമോളെ ഉണ്ട് ഇവിടെ, കുഞ്ഞു ഗുവാക്കമോളെ. സീസണിങ് മിക്സാണ് ഇതെല്ലാം, സീസണിങ് സാധനങ്ങളാണ്. പിന്നെ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ആൽഫ്രെഡോ, റോസ്റ്റഡ് ഗാർലിക്, പാസ്ത സോസസ് ഒക്കെയാണ് ഇരിക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ ട്രൈ ചെയ്യാറില്ല. പാസ്ത ഐറ്റംസ് ഒന്നും എനിക്കല്ല, അങ്ങനെ മാക്ക് ആൻഡ് ചീസ് ഒന്നും എനിക്ക് ഭയങ്കര ഫേവറേറ്റ്സ് ഒന്നുമല്ല. പക്ഷേ കിഡ്സിനൊക്കെ ഭയങ്കര, പക്ഷേ നൈറ്റ് ഇതൊന്നും കഴിക്കില്ലേ, മാക്ക് ആൻഡ് ചീസ് ഒന്നും അവർക്ക് ഇഷ്ടമല്ല. സോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മേടിക്കാറില്ല. ഇത് ആപ്പിൾസ് ഉണ്ട്, ആപ്പിൾ മിനിയേച്ചർ സ്വീറ്റ് ക്രിസ്പ് ആപ്പിൾ. ഇത് നെക്ടാറൻസ് ആണ്. നെക്ടാറൻസ് നല്ലതാണ്, ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പെയറുണ്ട്, പെയർ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ലതാണെന്ന്. പെയർ എടുക്കണേ, പെയർ. സെക്ഷൻസ് ആണ്. നമ്മുടെ ഫ്രാപ്പുച്ചീനയാണ്, നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. സ്റ്റാർബക്സ് ഒരുപാടുണ്ട്. ഫ്രാപ്പുച്ചീനോസ്, സ്റ്റാർബക്സിൻ്റെ ചിൽഡ് കോഫി ഡ്രിങ്കും, ഇത് രണ്ട് ചിൽഡ് കോഫി ഡ്രിങ്കാണ്, പ്രത്യേകം രണ്ട് കളർ. ഓ സോറി, ഇത് മാച്ചാണ്, ഇത് വാനില. വാനിലട്ടാണ് ഇത്. സോ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നൈദു ജ്യൂസ് കുടിക്കുകയാണ്. ഒരു മിക്കി മൗസിന്റെ ജ്യൂസ് ഒക്കെ അവിടെ നിന്ന് എടുത്ത് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഷാലറ്റ്, അതായത് കുഞ്ഞുള്ളി. പിന്നെ നമ്മൾ ചിക്കൻ മേടിച്ചായിരുന്നു. ഇത് എനിക്ക് തോന്നുന്ന ഒരു 1.83 LB ഉണ്ട്. ഇത് $4.97 ആണ്. പിന്നെ കുറച്ച് വൈറ്റ്സ് എടുത്തു. നൈദൂര് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇത് ടൊർട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മേടിക്കാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എന്താ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് റോളൊക്കെ ആക്കി എടുക്കാനും ഒക്കെ ഈ ടൊർട്ടിലാണ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഇത് ഫുജി ആപ്പിൾസ് ആണ്, സ്മൂത്തീസ് ഒക്കെ അടിക്കാൻ വേണ്ടി. പിന്നെ ഇത് നൈദൂഷിക്കുള്ള ട്രോപ്പിക്കാന ജ്യൂസ്. പിന്നെ ബനാന എടുത്തായിരുന്നു. സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി എനിക്ക് തോന്നുന്നു ഒരു 2 LB ഉണ്ട്.
പിന്നെ ഇത് ചിപ്സ്, ദെൻ റോസ്റ്റഡ് ഗാർലിക്കിൻ്റെ ഒരു പെർമേസൺ സോസ് ഉണ്ട്. ഇത് ആൽഫ്രഡോ സോസാണ്, നല്ല സോസാണത്. ദെൻ ഇത് റിറ്റ്സിൻ്റെ ബാലൻസ്ഡ് ബ്രേക്സ്, ചീസും ക്രാക്കേഴ്സും ആണ്. ഇത് കിഡ്സിനൊക്കെ നമ്മൾ സ്നാക്ക് ബോക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ നല്ലതാണ്, സ്കൂൾ ഗോയിങ് കിഡ്സിന്. നൈദൂന് ഇഷ്ടമാണ്. ഇത് മിനി ക്രാക്കേഴ്സ് ആണ്. ഇത് നൈദൂൻ്റെ ഫേവററ്റ് ആണ്. ചീസ്, ഷ്രെഡഡ് ചീസാണിത്. പിന്നെ ഇത് സെറാവയുടെ ക്ലെൻസർ, ഇത് എനിക്കാണ്. ഈ ക്ലെൻസർ നല്ലതാണ് കേട്ടോ, നോർമൽ ടു ഡ്രൈ സ്കിന്നിന് ഈ ക്ലെൻസർ നല്ലതാണ്. പിന്നെ 2 പ്ലെയിൻ സോൾട്ട് എടുത്തിട്ടുണ്ട്, സോൾട്ടൊക്കെ തീർന്നിരിക്കുമായിരുന്നു. ഇത് ഒരു സ്റ്റാർബക്സിൻ്റെ ഫ്രാപ്പുച്ചീനോ. ദെൻ പിന്നെ ലെമണേഡ് എടുത്തു, ലെമണേഡ്. പിന്നെ ഒലിവ് ഓയിൽ. ഞങ്ങളിപ്പോൾ മാക്സിമം ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാറ്. ഇതും ഒരു ലെമണേഡ്. ഇറ്റ്സ് യോസ്. ഇത് ഗ്രീൻ ഗ്രേപ്സ് ആണ്, നൈദുവിൻ്റെ ഫേവറേറ്റ് ഗ്രീൻ ഗ്രേപ്സ്. ഇതും ചിപ്സ് ആണ് എടുത്തേക്കുന്നത്. ദെൻ പിന്നെ യോഗേർട്ട് എടുത്തിട്ടുണ്ട്, ഗ്രീക്ക് യോഗേർട്ടാണ്, സ്ട്രോബെറി ഫ്ലേവർ ആണ്. യോഗേർട്ട് നല്ലതാണ് ഗട്ട് ഹെൽത്തിനൊക്കെ, അറിയായിരിക്കുമല്ലോ. ഇത് കോക്കനട്ട് വാട്ടർ. ദെൻ ഇത് ഇവിടുത്തെ ഓറഞ്ചസ് ആണ് എന്നാണ് പറയുന്നത്, സീഡ്ലെസ് ആയിട്ടുള്ള ഓറഞ്ചാണ്. അതിൽ മാൻഡറിൻ, ഇത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് പീലബിൾ ആണ്, സീഡ്ലെസ്സും ആണ്. പിന്നെ ഇത് വൈറ്റ് ഓണിയൻ. ഞാൻ കൂടുതലും പിങ്ക് ഓണിയനാണ് എടുക്കാറ്, പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് വൈറ്റ് ഓണിയനേ കിട്ടിയുള്ളൂ. സോ അപ്പം ഇത്രയാണ് ഞങ്ങൾ ഇന്ന് വാൾമാർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ബില്ല് ഞങ്ങൾ കാണിക്കാം. ഇതാണ് എല്ലാം കൂടെ ഉള്ള ബില്ല്, കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം കൂടെ നമുക്കൊരു ടാക്സ് അടക്കം $127.85 ആയി. സോ അങ്ങനെ ബാസ്ക്കറ്റൊക്കെ കാലിയാക്കി. ഇതാണ് ഞങ്ങളുടെ ഐറ്റംസ്. ഇവിടുത്തെ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ, പക്ഷേ അറൗണ്ട് 9,000 to 10,000 റേഞ്ച് ആവും. സോ ഇതായിരുന്നു ഞങ്ങളുടെ കുട്ടി ഷോപ്പിംഗ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ബൈ. അടുത്ത വ്ളോഗിലൂടെ കാണാം. ടേക്ക് കെയർ.